ഇവിടെ ഫുള്ള് കള്ളന്മാരുടെ ഏരിയ ആണ്. ഫോൺ എടുത്തേക്കണം. ഇവിടുത്തെ ട്രാഫിക് സീനും. ഗുഡ് മോർണിംഗ് ഡൽഹി. നമ്മളിപ്പോ ഡൽഹിയിൽ എത്തിയിരിക്കുന്നു. എന്ത് പോകുന്ന അറിയാതെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകാൻ കുറെ ആൾക്കാർ ടാക്സിക്ക് വിളിക്കുന്നുണ്ട് സാർ. പക്ഷെ നമ്മൾ ടാക്സിക്ക് കളിപ്പിച്ചുകൊണ്ട് നമ്മൾ ഫ്രണ്ടാക്കിയെന്ന് പോവാൻ. അപ്പൊ എങ്ങോട്ടാ പോണെന്ന് അറിയില്ല. എങ്ങോട്ടാ പോണ തീരുമാനിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. കാരണം ഇവിടെ ഫുള്ള് കള്ളന്മാരുടെ ഏരിയ ആണ്. ഫോൺ എടുത്തേക്കണം. ഒരു റൂം കിട്ടാനുള്ള നടത്തത്തിലാണ് കേട്ടോ നമ്മൾ. ന്യൂഡൽഹിയിൽ നിന്ന് നേരെ ചാന്ദിനി ചൗക്കിലേക്ക് മെട്രോ കയറി. അവിടെ അനിയൻ്റെ കെയർ ഓഫിൽ റൂം കിട്ടാണ്ട് പറഞ്ഞു. നല്ല റേറ്റ് കുറവാന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ അത് നോക്കാൻ വേണ്ടി നമ്മൾ ചാന്ദിനി ചൗക്ക് എത്തിയപ്പോഴാണ് ആ റൂം ഫുള്ളായി എന്ന് പറഞ്ഞത്. അങ്ങനെ അവിടെയുള്ള ആള് വേറൊരു കോൺടാക്ട് നമ്പർ ഉണ്ട്. ഏകദേശം പെർ ഹെഡ് 240 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൂം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വിളിച്ചു നോക്കിയപ്പോൾ അതും ഫുള്ള്. അത്യാവശ്യം കുറെ റൂംസ് അവൈലബിൾ ആയിരുന്നു ആ ഭാഗത്തൊക്കെ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഒന്നും നമ്മളെ ബജറ്റിന് പറ്റൂല. ബജറ്റ് ഓക്കെ ആയ റൂമാണെങ്കിലോ എല്ലാം ഫുള്ളായി കിടക്കാം. അങ്ങനെ എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഇങ്ങനെ നടക്കുക. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. നമ്മുടെ കൂട്ടത്തിൽ റിസ്വാൻ റിദാസിനും വിശപ്പിൻ്റെ അസുഖം കുറച്ച് കൂടുതലാണ്. ഓരെപ്പോഴും വയലന്റ് ആവണമെന്ന് നമുക്ക് അറിയാത്തതിനോണ്ട് ബാഗ് എടുത്ത് ഹോട്ടലും തപ്പി നടന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അങ്ങനെ അവിടെ കയറി മെനു നോക്കിയപ്പം നമ്മളിവിടെ കിട്ടുന്ന 15 വടക്ക് അവിടെ 110 രൂപ. അങ്ങനെ കയറി അതേ സ്പീഡിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ തൊട്ടടുത്തുള്ള ഒരു തട്ടുകടയിൽ പോയിട്ട് പൂരിയും ബാജിയും കഴിച്ചു. അതാകെ വന്നത് ഒരു പ്ലേറ്റിന് 30 രൂപ മാത്രം. ഹൈജീനൊക്കെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ കഴിക്കാതിരിക്കാൻ നല്ലത്. പിന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അവിടുന്ന് കഴിച്ചു. നമുക്ക് 4 ആൾക്കും കൂടി അറിയണ കുറച്ച് ഹിന്ദി വെച്ചിട്ട് നമ്മൾ അവിടെയുള്ള ബായിനോട് ചോദിച്ചു റേറ്റ് കുറവിൽ റൂം ഇവിടെ കിട്ടാന്നുള്ളത്. ആ ബായി പറഞ്ഞു ജമാ മസ്ജിദിന്റെ അടുത്തുണ്ടാവും. അങ്ങനെ ഈ നടത്തം നേരെ ജമാ മസ്ജിദിന്റെ അങ്ങോട്ടേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം ഉള്ളതിനോട്ട്. ഡൽഹിയിൽ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ആ റെഡ് ഫോർട്ടിന്റെ ചുമര. 500 നോട്ടിൽ മാത്രം കണ്ട ആ ചുമര് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം ജമാ മസ്ജിദിന്റെ അടുത്ത് എത്താനായിട്ടോ. ആ കാണുന്നതാണ് ജമാ മസ്ജിദിന്റെ കവാടം. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണങ്ങാട്ടൊക്കെ എത്രയോ വലുതാട്ടൊക്കെ. അങ്ങനെ ജമാ മസ്ജിദിന്റെ അവിടെ എത്തി നമ്മൾ ഡൽഹിയിലുള്ള. അപ്പോ റൂം ഉണ്ടല്ലോ. ഈ റൂം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഫ്രഷപ്പ് ആവാനും ബാഗ് വെക്കാനും മാത്രമായിട്ടുള്ള റൂമാട്ടോ. ജമാ മസ്ജിദിന്റെ അവിടെ എത്തിയപ്പോൾ കുറേ ആൾക്കാർ റൂമിന് വിളിക്കും. അങ്ങനെ നമ്മളൊരു ബായ് നമ്മൾ റൂം കാണിച്ചു തരാൻ പറഞ്ഞ് കൂട്ടിക്കൊണ്ടേ. അങ്ങനെ നമ്മൾ ബായിനോ പറഞ്ഞ് നമുക്ക് വലിയ റേറ്റ് ഒന്നും പറ്റില്ല, നമുക്ക് ഏകദേശം ഒരു ചെറിയ റേറ്റ് മതി. അങ്ങനെ ബായ് പറഞ്ഞ 1000 രൂപയ്ക്ക് നമുക്ക് റൂമുണ്ട്, വാമകന്ന് കണ്ടുവരാറ്. ആദ്യം 1000 രൂപയ്ക്ക് റൂം എന്ന് പറഞ്ഞ് കാണിച്ചത് ഒരു ചെറിയൊരു പട്ടിക്കൂട് പോലത്തെ സ്ഥലട്ടോ. നമുക്ക് 5 ആൾക്ക് കിടക്കാനേ പറ്റില്ല. അങ്ങനെ അത് ബായ് പറഞ്ഞ് നമുക്ക് 1000 രൂപയ്ക്ക് തരാം, സാധാരണ കൊടുക്കലില്ല എന്നൊക്കെ. അങ്ങനെ നമ്മൾ പറഞ്ഞ് വേണ്ട പറഞ്ഞ് നമ്മൾ തിരിച്ചു പോയി. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് ബായ് പറഞ്ഞ് നിൽക്ക് നമ്മൾ വേറൊരു സ്ഥലം കാണിച്ചു തരാറിഞ്ഞിട്ട് വേറെ റൂമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ആ റൂം അത്യാവശ്യം നല്ല വീതി വിസ്താരമുള്ള ഡബിൾ ബെഡ് ഒക്കെ ഉള്ള റൂമായിരുന്നു കേട്ടോ. നമ്മൾ പോയ സമയത്ത് ആ റൂം വാക്കന്റ് അല്ലായിരുന്നു. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു 3 മണിയാകുമ്പോഴേക്ക് അവിടെയുള്ള ആൾക്കാരെ കൊയിപ്പിച്ചു തരാന്ന് ഒരു പറഞ്ഞിട്ടോ. ഏകദേശം 1200 രൂപയാണ് ഒരു പറഞ്ഞത്. 1000 രൂപയ്ക്ക് നമ്മൾ ആ റൂം എടുത്തു. അങ്ങനെ 1000 രൂപക്ക് നമ്മൾ ബാർഗൈൻ ചെയ്ത് കിട്ടി നമ്മുടെ കൊട്ടാരം. വേറെ എല്ലാ സ്ഥലത്തും പോയപ്പോൾ അവിടെ 5 ആൾക്കാരൊന്നും റൂമിൽ നിർത്തൂല. പിടുത്ത എല്ലിന്റെ ഇടയില അങ്ങനെ കിട്ടിയ റൂമാണ്. അങ്ങനെ നമ്മളെല്ലാവരുടെ ലഗേജൊക്കെ അവിടെ വെച്ച് ഒന്ന് കുളിച്ച് ഫ്രഷപ്പ് ആയിട്ട് നമ്മളെല്ലാവരും കൂടി ജമാ മസ്ജിദ് കാണാനായിട്ട് ഇറങ്ങി. നേരത്തെ നമ്മൾ അവിടെ നിന്നും കാണാൻ നിന്നിട്ടില്ല. അതിന്റെ മുന്നിലൂടെ പോയിനും പിന്നെ ഒന്ന് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് കാണാൻ വരാൻ വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാട്ടോ. റിസ്വാന്റെ വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ ജമാ മസ്ജിദ് പോയിട്ട് നിസ്കരിക്കണം എന്നുള്ളതും. അങ്ങനെ ഓന് ജമാ മസ്ജിദ് എത്തിയ ടൈമിൽ തന്നെ വേഗം നിസ്കരിക്കാൻ കയറി. പിന്നെ ഞാനും റിദാസും സുബീൻസും കൂടി അവിടെ ഇരുന്ന് കുറെ ഫോട്ടോ എടുത്ത് കളിച്ചു. റിദാസിനാണെന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് ഏതെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു അച്ഛൻ്റെ സ്നേഹം കൊടുത്തുകൊണ്ടേ നിൽക്കണം. വൈദ്യുതി ഒരു അച്ഛനാവാനുള്ള പ്രായമുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 100-300 ഫോട്ടോ എടുക്കലിന്റെ ഭാഗമായിട്ട് ഫോണിന്റെ ചാർജിന്റെ കാര്യം ഏകദേശം തീരുമാനമായി. പിന്നെ അതിനുശേഷം ഡൽഹി സ്ട്രീറ്റ് കാണാൻ പോയതും അസ്ലം ബട്ടർ ചിക്കൻ കഴിക്കാൻ പോയതും ഒന്നും ഭാഗ്യത്തിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഏകദേശം ഒരു 9-9:30 ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയിട്ടു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫോൺ ഓഫായി. പിന്നെ പറയട്ടെ എന്തിനാ അഭിനയിക്കുന്ന റിദാസ് വല്ല അഭിനയം വെള്ളിയാണ് വെള്ളി. വെള്ളി